ഇപ്പം ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു വാഗണർ AMT ആണ്. AMTയുടെ ഓയിൽ, മറ്റേ AMT ട്രാൻസിസ്റ്ററിൻ്റെ ഓയിൽ ലീക്കാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ലീക്ക് വന്നതെന്നും അതെങ്ങനെ അത് മാറ്റാൻ പറ്റണമെന്നും അതിനെക്കുറിച്ച് നമുക്കിന്ന് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എന്താ ലീക്ക് എന്താണെന്നും അതെല്ലാം എങ്ങനെ മാറ്റാമെന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ കാണുന്നുണ്ട്, ഇത് കാണുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ഇതിന് ഓയിൽ ലീക്ക് ഉണ്ട്. ആ ടാങ്കിൻ്റെ അവിടെ നിന്നാണ് ഓയിൽ ചാടി ഇതിനകത്തേക്ക് ഒഴുകി വന്നിരിക്കുന്നത്. കാരണം കുഴിക്കകത്ത് കിടക്കുന്നുണ്ടോ, അതായത് ഗിറോസിൻ്റെ സൈഡിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഓയിൽ ചാടി കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇനി ഇത് അഴിച്ചെടുത്തിട്ട് മൊത്തം തൂത്ത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ സാധനം സെറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിനകത്ത് എന്താ പോയേക്കണമെന്ന് പറഞ്ഞാൽ ഇത് അഴിച്ച് നമ്മൾ പീസാക്കണം. ഈ ടാങ്ക് സാധനങ്ങളൊക്കെ അഴിച്ചെടുത്തിട്ട് എല്ലാം പീസാക്കി നമ്മൾ അതിൻ്റെ ഉള്ളിൽ എവിടെ നിന്നാണ് ഇത് വരുന്നതെന്നുള്ളതിൻ്റെ ഉറപ്പ് വരുത്തിയിട്ട് വേണം നമുക്കിത് ക്ലീൻ ചെയ്ത് റെഡിയാക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ടാങ്ക് അഴിച്ച് ഇതിനകത്ത് പുറത്തെടുക്കേണ്ടതുണ്ട്. ഈ ഗ്രോസിൻ്റെ മേളിൽ നമ്മൾ ഈ സാധനം അഴിച്ച് വേറെ പുറത്തേക്ക് എടുക്കണം. അപ്പോൾ അത് എടുത്തിട്ട് വേണം നമുക്ക് ബാക്കി സെറ്റ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളിത് ഊരി എടുക്കുന്നുണ്ട്. അതിലുള്ള ബോൾട്ടൊക്കെ അഴിച്ചെടുത്ത് നമ്മളിത് പൊക്കി എടുക്കുകയാണ്. പൊക്കി നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട്. പൊങ്ങി പുറത്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിവിടെ ഓയിൽ ചാടി കിടക്കാൻ കാണിച്ചു തരാം. ഇതെടുത്ത് വെക്കട്ടായോ. എന്നിട്ട് അപ്പോൾ ഇതുണ്ടോ, ഈ കിടക്കണ ഈ കുഴിയിൽ കിടക്കണത് ഈ ഗിയർ ബോക്സിൻ്റെ സൈഡിൽ കിടക്കണം. അത്യാവശ്യം നല്ല രീതിയിൽ ഓയിൽ ലീക്ക് ഉണ്ടാകും. അത്രയും നല്ല കെട്ടി കിടക്കണേ. അപ്പോൾ ഇതിൻ്റെ ഈ കാണുന്ന ഇതിൻ്റെ അടിഭാഗത്തു നിന്നാണ് ഈ ഓയിൽ വന്നിരിക്കുന്നത്. ഈ ബൂട്ട് കണ്ടോ, ഈ ബൂട്ടിൻ്റെ ഇടയ്ക്ക് നിന്നും അതിൻ്റെ ബൂട്ടിൻ്റെ ഇടയ്ക്കുള്ള സ്കിറ്റും സാധനം കംപ്ലൈൻറ്റ് ഉണ്ട്. ആ കിറ്റിൻ്റെ ഇടയ്ക്ക് നിന്നും വന്നിട്ടുണ്ട്. പിന്നെ ഇത് കൂടാതെ ഇതിൻ്റെ സൈഡിൽ കണ്ടോ, ഈ സൈഡ് ഭാഗത്ത്, ഈ ടാങ്കിൻ്റെ സൈഡ് ഭാഗത്തു നിന്നും ഇത് ലീക്കായിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലീക്ക് ഉണ്ടായിരുന്നു. ഈ ടാങ്കിൻ്റെ അവിടെ ഒരു ഓറിങ് വരുന്ന സംഭവമുണ്ട് ഈ ടാങ്കിൻ്റെ സൈഡിൽ. അപ്പോൾ ആ ഓറിങ്ങും കാര്യങ്ങളും ഇതുണ്ടോ, ഈ പൊങ്ങി വരുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ഓറിങ് ഉണ്ടോ, ഈ കാണുന്ന ഓറിങ് അത്യാവശ്യം ലീക്ക് ഉണ്ടായിരുന്നു. ആ ഓറിങ്ങിൻ്റെ അടുത്ത് നല്ല ലീക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആ കിറ്റായിട്ട് വരുന്ന സംഭവം. അപ്പോൾ ഇത് കിറ്റ് വാങ്ങിച്ച് കഴിഞ്ഞാൽ നമുക്കിത് മാറ്റാവുന്നേ ഉള്ളൂ. അതിൻ്റെ എല്ലാം ഓറിങ്ങെല്ലാം ഊരി എടുത്തിട്ട് വൃത്തിയായിട്ട് തുടച്ച് ക്ലീൻ ചെയ്തെടുക്കണം. ഇപ്പോൾ ടാങ്ക് നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകിയെടുക്കുക. ഉള്ളിൽ ഓയിൽ മാറ്റാത്തതുകൊണ്ട് ഓയിൽ ഭയങ്കര കട്ടിയായിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ നല്ല മോശമായിട്ട് ഓയിലുണ്ട്. അപ്പോൾ ഓയിലും ആ കൂടെ മാറിക്കളയണം. അപ്പോൾ ഓയിലും മാറി ടാങ്ക് ക്ലീൻ ചെയ്ത് നമ്മൾ ഇതിൻ്റെ ഓറിങ്ങൊക്കെ മാറ്റി വൃത്തിയാക്കി ക്ലീൻ ചെയ്തെടുത്തിട്ട് വേണം പുതിയ ഓറിങ്ങൊക്കെ സെറ്റ് ചെയ്യാനായിട്ട്. അതിന് നമ്മൾ ആദ്യമായിട്ട് ടാങ്കൊക്കെ ക്ലീൻ ചെയ്തെടുക്കണം. ഇത് മാറ്റി വെച്ചിട്ട് പീസാക്കി എടുത്തിട്ട് പിന്നെ അവിടെ ഗിയർ ബോക്സിൻ്റെ മേളിൽ വീണെടുക്കണം ഓയിലൊക്കെ നല്ല. അപ്പോൾ ഇതിൻ്റെ ഓറിങ്ങും കാര്യങ്ങളും ലീക്ക് മാറ്റാനായിട്ട് കിറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഇത് മനസ്സിലായില്ല. നമ്മൾ ഇതുപോലെ അയച്ച് നമ്മൾ ഇതിൻ്റെ ഓറിങ്ങും കിറ്റും ഇതൊക്കെ മാറ്റി നമുക്കിതിൻ്റെ ലീക്ക് എവിടെ നിന്നാണ് പരിഹരിക്കാൻ കഴിയും. അപ്പോൾ ഇത് വളരെ സ്കാനർ വേണം എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. എന്നാലും സ്കാനർ വേണ്ടി നമുക്ക് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഇതൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആരെങ്കിലും ഇതുപോലെ ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം, കൃത്യമായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഓക്കെ, നല്ലൊരു വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.